രാവിലത്തെ തിരക്കിന്റെ ഇടയിൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറിന്റെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് ആവശ്യത്തിനുള്ള തുവരപ്പരിപ്പ് കഴുകി ഒരു കുക്കറിലേക്ക് ഇടുക. കൂടെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും ചേർക്കുക. പിന്നെ പൗഡേഴ്സ് ആയിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കുറച്ച് ഉപ്പും ഓയിലും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഏകദേശം ഒരു 5 വിസിലിൽ വേവിച്ചെടുക്കുക. പരിപ്പ് വെന്ത് വരുമ്പത്തിനേക്ക് 5-6 വെണ്ടക്ക ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ കടുക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകവും ആഡ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടി കടുക് വറ. പിന്നെ നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ച് വെണ്ടക്കയും കൂടി ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. വെണ്ടക്ക വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 3-4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കൂടെ തന്നെ കുറച്ച് കായ്പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ മറന്നു പോവരുതേ. സാമ്പാർ പൊടിന്റെയും കായ്പൊടിന്റെ ഒക്കെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ എത്ര തക്കാളിയാണോ ചേർത്തത് അതിനനുസരിച്ചിട്ടുള്ള പുളി ഇപ്പൊ ചേർത്താൽ മതി. ഇനി പണിയൊന്നുമില്ല, നമ്മളവിടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർക്കുക. തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർക്കുക. ഉപ്പ് പാകമാണോ നോക്കി ഇട്ട് കൊടുക്കുക. വെണ്ടക്കന്റെ വേവിനനുസരിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇനിയിപ്പോ വറവിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെണ്ടക്ക വാട്ടിയെടുക്കുമ്പോൾ ഓൾറെഡി നമ്മളത് വറവാക്കിയതാണല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സെർവ് ചെയ്യുക. ചോറിന്റെയും ദോശന്റെയും ഇഡ്ലിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലെയുള്ള റെസിപ്പീസിനും വ്ളോഗ്സിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.